ഒരു ദിവസത്തിനോ ഒരു സ്ഥലത്തിനോ ഒരു മാസത്തിനോ പ്രത്യേകതയുണ്ടെങ്കിൽ ആ ദിവസത്തിലോ ആ മാസത്തിലോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വെച്ചോ ഒരു പ്രത്യേക ആരാധന ചെയ്യണമെങ്കിൽ അത് ആ ദിവസങ്ങളുടെയും മാസങ്ങളുടെയും സ്ഥലങ്ങളുടെയും റബ്ബായ അള്ളാഹു പറഞ്ഞതായിരിക്കണം. ഇതാണ് അടിസ്ഥാനം. അപ്പോൾ പുണ്യ റബിയ എന്ന് പറയുമ്പോൾ റബിയുൽ അവലിന് ഒരു പുണ്യുണ്ട് എന്ന് പറയണമെങ്കിൽ ആ റബിയുൽ അവലിൻ്റെ ഉടമയായ അള്ളാഹു പറയണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഖുർആനിൽ റബിയുൽ അവലിന് ഒരു പ്രത്യേകത ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. 12 മാസങ്ങളുടെ കൂട്ടത്തിൽ റബിയുൽ അവലിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുക, നബി ജനിച്ച മാസമല്ലേ? നബി ജനിച്ച മാസം നബിക്കറിയില്ലേ? നബിൻ്റെ കൂടെ ജീവിച്ച സ്വഹാബിമാർക്കറിയില്ലേ? നമ്മളെക്കാൾ നബിയെ സ്നേഹിച്ച സലഫുകൾക്കറിയില്ലേ? ഓരോന്നും റബിയുൽ അവലിന് ഒരു പ്രത്യേകത കണ്ടിട്ടില്ല എങ്കിൽ നമ്മൾ അള്ളാഹു പ്രത്യേകത കൽപ്പിക്കാത്തൊരു ദിവസത്തിനും ഒരു മാസത്തിനും പ്രത്യേകത കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്.